സബ്സ്പേസ് എന്താവണം? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സബ്സെറ്റ് ആവണം. അണ്ടർ സെർട്ടൈൻ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതെങ്ങനെയായിട്ട് ആക്ട് ചെയ്യണം? W ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യണം. അണ്ടർ ഓപ്പറേഷൻ ഓഫ് അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ഇൻ V. അപ്പോൾ അതായത് ഈ സബ്സ്പേസ് ആവണമെങ്കിൽ, അതാണ് അതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ 3 കണ്ടീഷൻ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ സബ്സ്പേസിൽ 0 ഉണ്ടാവണം. സെക്കൻഡ് എന്ന് പറയുന്നത് W1 W2 W എന്ന് എടുക്കുകയാണെങ്കിൽ W1 + W2 എവിടെ നിന്ന് ഉണ്ടാവണം? Wലുണ്ടാവണം. നെക്സ്റ്റ് പറയണത് C × W1 Wലുണ്ടാവണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും? സബ്സ്പേസ് എന്ന് വിളിക്കും. ഷോ ദാറ്റ് സെറ്റ് W = H1 0 H3 H1 and H3 are real numbers is a subspace of R³ under standard operation. ക്ലിയർ അല്ലേ? H1 0 H3 0 ഒരു റിയൽ നമ്പർ ആണ്, അതുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? W1 W2 എടുക്കുകയാണ്. അപ്പോൾ ഈ W1 W2 എവിടെ നിന്ന് എടുക്കുകയാണ്? ഈ W നിന്ന് എടുക്കുകയാണ്. അപ്പോൾ W1 = H1 0 H3 such that H1 and H3 are real numbers. W2 ആയിട്ട് എന്തെടുക്കുകയാണ്? Y1 0 Y3 such that Y1 and Y3 are real numbers. നമ്മൾ W1 + W2 ചെയ്യാണ്. അതായത് H1 + Y1 0 Y1, അതായത് H1 ഇപ്പം എങ്ങനെ പറഞ്ഞേക്കണേ? H1 + Y1 0 H3 + Y3. എന്തായാലും H1 + H3യും Y1 + Y3യും റിയൽ നമ്പർ ആവും. 2 റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? W1 + W2 എലമെൻറ്റ് ഓഫ് W എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താ കിട്ടേണ്ടത്? C × W1 Wലുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ W1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ H1 0 H3 such that H1 and H3 are real numbers. C × W1 എങ്ങനെ എഴുതാം? C H1 0 C H3 such that C H1 0 C H3 എന്താണ്? Wലുണ്ടാവും. കാരണം H1 റിയൽ നമ്പർ ആണെങ്കിൽ C × H1 എന്താണ് വരിക? നമുക്ക് C × H3യും റിയൽ നമ്പർ ആണ് വരിക. ഒരു മെട്രിക്സ് തന്നു കേട്ടോ. ദ സെറ്റ് ഓഫ് 2 × 2 സിമെട്രിക് മെട്രിക്സ് സബ്സ്പേസ് ആണോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത അതിൻ്റെ റോ തന്നെയാണ് അതിൻ്റെ കോളായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ABBC ഇവിടെ 2 × 2 സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു? W1 ആയിട്ട് A1 B1 B1 C1 W2 ആയിട്ട് A2 B2 C2. അതെവിടുന്ന്? ഇതെന്തായാലും സിമെട്രിക് മെട്രിക്സ് ആണല്ലോ. അപ്പോൾ അത് രണ്ടും എടുത്തു. ഇനി എന്ത് ചെയ്തു? അവരെ പിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുക? A1 + A2 B1 + B2 B1 + B2 C1 + C2. ഇതെന്തായാലും W1 + W2 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയത് നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് അത് എവിടെ ഉണ്ടാവും? Wലുണ്ടാവും. ഇനി നമുക്ക് കാണിക്കേണ്ടത് C × W1 എവിടെ ഉണ്ടാവണം? Wലുണ്ടാവണം. C × W1 ആയിട്ട് A1 B1 B1 C1 എടുത്തു. അപ്പോൾ CA1 CB1 CB1 C1 കിട്ടി. ഇതും എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതും ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ എപ്പോഴും സബ്സ്പേസ് എല്ലാ ക്വസ്റ്റ്യനും സബ്സ്പേസ് ആവണമെന്നുണ്ടോ? ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ മോഡൽ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ഓൾ പോയിൻറ്റ്സ് ഓൺ ദ പ്ലെയിൻ X + Y - 2Z = 0 ഈസ് എ സബ്സ്പേസ് ഓഫ് R³ അണ്ടർ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെന്തായാലും 0 0 0 എന്തായാലും Wലുണ്ടാവും. കാരണം എന്താ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഏത് കണ്ടീഷൻ? X + Y - 2Z = 0. നെക്സ്റ്റ് നമ്മൾ എന്തെടുത്തു? W1 = H1 Y1 Z1 എടുത്തു. W2 = H2 Y2 Z2. ഈ പോയിൻറ്റ്സ് ഏത് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം? അതായത് W1 W2 W എന്നാണ് എടുക്കണത്. ആ W എന്ന് എടുക്കുമ്പോൾ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് H1 + Y1 - 2Z1 = 0. അടുത്തത് നമ്മൾ H2 Y2 Z2 എന്നല്ല എടുത്തേക്കണേ. അപ്പോൾ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയുമ്പോൾ H2 + Y2 + Z2 അല്ല H2 + Y2 - 2
Z2 ഈക്വൽ ടു 0. നമ്മളുടെ ചോദ്യം W1 പ്ലസ് W2 Wയിലുണ്ടാവുമോ? അപ്പോൾ W1 പ്ലസ് W2 ചെയ്യുമ്പോൾ എന്താ വരിക? H1 പ്ലസ് H2 Y1 പ്ലസ് Y2 Z1 പ്ലസ് Z2. അത് W1 പ്ലസ് W2 Wയിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നല്ലേ? നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഇക്വേഷനെയും സെക്കൻഡ് കിട്ടിയ ഇക്വേഷനും പ്ലസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതന്നെയല്ലേ കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W1 പ്ലസ് W2വും Wയിലുണ്ടെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് W1 Wന്ന് എടുത്തു, അതായത് H1 പ്ലസ് Y1 മൈനസ് 2Z1 ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യാം? സീനെ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ CH1 പ്ലസ് CY1 മൈനസ് 2CZ1 ഈക്വൽ ടു C ഇൻറ്റു 0. C ഇൻറ്റു 0 0 ആണല്ലോ. അപ്പോൾ C ഇൻറ്റു W1ഉം ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണത് കൊണ്ട് അത് സബ്സ്പേസ് ആയിരിക്കും. അതിനിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആ 0ന് പകരം വേറെ ഏത് നമ്പർ ഇട്ടാൽ അതെന്താവില്ല? സബ്സ്പേസ് ആവില്ല. കാരണം അതിലൊന്നും ആരുണ്ടാവില്ല? 0 0 0 എന്ന വെക്ടർ ഉണ്ടാവില്ല. ഇതേ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് സിംഗുലാർ മെട്രിക്സസ് ഈസ് എ നോട്ട് എ സബ്സ്പേസ്. സിംഗുലാർ മെട്രിക്സ് സബ്സ്പേസ് അല്ല കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേക്കണേ? രണ്ട് മെട്രിക്സ് എടുത്തു, രണ്ടും സിംഗുലാറാണ്. സിംഗുലാർ മീൻസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0. 1 0 0 0 എടുത്തു, B ഈക്വൽ ടു 0 0 0 1 എടുത്തു. അപ്പോൾ ഡിറ്റർമിനൻ്റ് A എടുക്കുമ്പോൾ 0, ഡിറ്റർമിനൻ്റ് B ഈക്വൽ ടു 0. ഇപ്പോൾ ഞാൻ എടുത്ത രണ്ട് മെട്രിക്സിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി, അതായത് 1 0 0 1. അതെന്താ? അത് സിംഗുലാറാണോ? അല്ല, കാരണം അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 അല്ല. അതുകൊണ്ട് സിംഗുലാർ മെട്രിക്സസ് എന്തല്ല? സബ്സ്പേസ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ഫേമസ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം H1 ഗ്രേറ്റർ ദാൻ 0, H2 ഗ്രേറ്റർ ദാൻ 0 വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഈസ് എ നോട്ട് എ സബ്സ്പേസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് W1 W1 എടുത്തു, C ഇൻറ്റു W1 എവിടെ ഉണ്ടാവണം? Wയിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ എടുക്കുകയാണ് W1 ഈക്വൽ ടു H1 Y1 സച്ച് ദാറ്റ് H1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതുപോലെ തന്നെ Y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഞാൻ C ആയിട്ട് -1നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ H1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ -H1 എന്നെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആവുമോ? ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? അത് എന്തല്ല? സബ്സ്പേസ് അല്ല. കണ്ടോ? H പ്ലസ് 2y ഈക്വൽ ടു 0 ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് ഈക്വൽ ടു 0 തന്നു കഴിഞ്ഞാൽ അതെന്താവും? സബ്സ്പേസ് ആവും. ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ, അതായത് 0 ഒഴിച്ച് വേറെ ഏത് നമ്പർ വന്നാലും, ഇക്വേഷൻ തന്നിട്ട് 0 ഒഴിച്ച് വേറെ ഏത് നമ്പർ വന്നാലും അതെന്താവില്ല? സബ്സ്പേസ് ആവില്ല. കാരണം എന്തായാലും 0 0 ഉണ്ടാവില്ല. 0 0 ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. അതന്നെ അടുത്ത ക്വസ്റ്റ്യനും H² പ്ലസ് Y² ഈക്വൽ ടു 1. കണ്ടോ? ഇക്വേഷൻ തന്നിട്ട് 1 തന്നേക്കുക. അപ്പോൾ അതെന്തല്ല? സബ്സ്പേസ് അല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റിയൽ നമ്പേഴ്സിന് പകരം റേഷണൽ നമ്പേഴ്സ് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇതെല്ലാം അതേ മോഡലാണ്. കണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ തരാം. XY 4x മൈനസ് 5y. 4x മൈനസ് 5y എന്ന് പറയുമ്പോൾ Z ഈക്വൽ ടു 4x മൈനസ് 5y ആണ് കൊടുത്തിട്ടുള്ളത്. അതും എന്തായിരിക്കും? അതപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Z, അതായത് 4x മൈനസ് 5y മൈനസ് Z ഈക്വൽ ടു 0. അതാണ് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താവും? സബ്സ്പേസ് ആവും. അപ്പോൾ ഒരു ക്യൂവിൽ തന്നിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ. W is a set of vectors in arc whose third component is -1. തേർഡ് കമ്പോണൻറ്റ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരില്ല? 0 ഇല്ല. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സും ലോവർ ട്രയാങ്കിൾ മെട്രിക്സൊക്കെ എന്ത് വരും? സബ്സ്പേസ് ആയിട്ട് തന്നെ വരിക. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒന്നുകൂടി നോക്കാം. ഇവിടെ കാണാനില്ല. ഇതാണ് W ഈക്വൽ ടു H1 H2 H3 0 സച്ച് ദാറ്റ് H1 H2 H3 R പകരം Q തന്നെ നോക്ക്. റേഷണൽ നമ്പേഴ്സാണ് തന്നെങ്കിൽ നമുക്ക് എന്താവില്ല? അത് സബ്സ്പേസ് ആവില്ല. കാരണം C ആയിട്ട് നമ്മൾ ഒരു ഇറേഷണൽ നമ്പർ എടുക്കുക, അതായത് √2.
√2 ഇൻറ്റു x1 x2 x3 0. അപ്പോൾ അതെന്താ വരിക? √2 x1 √2 x2 √2 x3 0. അതൊരു എന്താണ് √2 ഇൻറ്റു x1 ഇറാഷണൽ നമ്പർ ഇൻറ്റു റേഷണൽ നമ്പർ നമുക്ക് എന്താ കിട്ടുക? ഒരു ഇറാഷണൽ നമ്പറാണ് കിട്ടുക, അത് റേഷണൽ നമ്പർ അല്ല. അപ്പോൾ അത് അങ്ങനെ ആറിന് പകരം വേറെ ഏതെങ്കിലും, അതായത് ക്യൂ കോംപ്ലിമെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കതെന്താവില്ല, സബ്സ്പേസ് ആവില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് 0 അല്ലാത്ത ഏതെങ്കിലും നമ്പേഴ്സ് വരുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്, ഏതെങ്കിലും കോർഡിനേറ്റ് 1 ഒക്കെ ആയിട്ട് ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ട് വരുമ്പോൾ 1 ഒക്കെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതെ നാം പറഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. W is a set of vectors in R² whose components are rational numbers. റേഷണൽ നമ്പേഴ്സ് കമ്പോണൻ്റ് ആയിട്ട് വരുമ്പോൾ കണ്ട √2 ആയിട്ട് എടുത്തു. √2 ഇൻറ്റു 1 എന്താണ്, ഒരു റേഷണൽ നമ്പർ അല്ല, അത് നമുക്കൊരു ഇറാഷണൽ നമ്പറാണ് കിട്ടിയേക്കണേ. അപ്പോൾ അതെന്താവില്ല, സബ്സ്പേസ് ആവില്ല. ഇതൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് W is a set of all vectors in R³ whose components are Pythagorean triplet. അതൊക്കെ വരും തോന്നണില്ല, കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് കടന്നു പോയിട്ടുണ്ട്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്താണ്, 2 നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെയ്ത സമ്മ്, ഇത് 3 4 5, അതായത് 3² + 4² ആണ് 5² വരിക. അതേപോലെ തന്നെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് 5 12 13, അതായത് 5² + 12² ആണ് 13². പക്ഷേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തത് 8 16 18 ആണ് കിട്ടുക. പക്ഷെ അതെന്തല്ല, അത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ല, അത് എക്സസൈസിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയണ്ടേ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അതേപോലെ ഞാൻ വീണ്ടും പറയുന്നു, അപ്പർ ട്രയാങ്കിൾ ലോവർ ട്രയാങ്കിൾ ഡയഗണൽ മെട്രിക്സ് എല്ലാം എന്താണ്, ഈ സബ്സ്പേസിനെ ഫോം ചെയ്യും. പക്ഷേ സിംഗുലാർ മെട്രിക്സ് സബ്സ്പേസിനെ ഫോം ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എക്സാമിന് ഓർത്ത് വെക്കണം കേട്ടോ.